റേഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ അനിയൻ ഇവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഷുഗർ സിറപ്പ് കഴിഞ്ഞിട്ട് 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ടയും 1 ഗ്ലാസ് പാലും ഒഴിച്ചു. എന്നിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇതുപോലെ ആകണം. ഷുഗർ സിറപ്പ് ഒരുപാട് കട്ടിയായി പോകരുത്. ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളമാകണം, പക്ഷെ ഡ്രൈ ആകരുത്. ലൈറ്റായിട്ട് വെള്ളം പോലെ വേണം കേട്ടോ. നമ്മുടെ ഷുഗർ സിറപ്പ് ഒരുപാട് കട്ടിയായി പോകരുത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒരു വട്ടപാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. മിക്സിയിൽ അടിച്ചു വച്ചിരിക്കുന്നതിനെ ഇതിൻ്റെ മേലോട്ടേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കൂട്ടുകാരെ. നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ആ പാത്രത്തെ നമ്മൾ ഇഡ്ഡലി ചട്ടിയിലോട്ടേക്ക് ആവി കയറ്റാനായി വെക്കാം. 20 സെക്കൻഡ് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇഡ്ഡലി ചട്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് പാത്രം. ഇനി ഇത് തണുപ്പാറുന്നത് വരെ വെളിയിൽ വയ്ക്കുക. ചൂടാറുന്നത് വരെ വെളിയിൽ വയ്ക്കുക. അപ്പോൾ തണുപ്പാറിയതിന് ശേഷം നമ്മൾ ഇതുപോലെ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. കേക്ക് പുഡിംഗ് അല്ല, ബ്രെഡ് പുഡിംഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.